നമസ്കാരം. സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിയ വാർത്ത രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും. ഈയിടെയായി കുറച്ചു നാളായി നാം കേൾക്കുന്ന കുറച്ച് വാക്കുകളല്ല പേരുകളാണ് ഇലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപ്, അതുപോലെ സുനിത വില്യംസ്, ബുഷ് വിൽമോർ. അപ്പൊ എന്താണ് പ്രശ്നം? ആദ്യം ഞാൻ സുനിത വില്യംസിനെ കുറിച്ച് പറയാം. സുനിത വില്യംസ് ഇന്ത്യൻ വംശജയാണെന്ന് എല്ലാവർക്കും അറിയാം. 2006 ഡിസംബറിലാണ് ആദ്യമായി സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്നത്. അങ്ങനെ 2006 ഡിസംബർ മുതൽ 2007 ജൂൺ 22 വരെ അവർ അവിടെ കഴിഞ്ഞു. ബഹിരാകാശത്ത് അവർ 29 മണിക്കൂറും 17 മിനിറ്റുമാണ് നടന്നത്. അങ്ങനെ അതൊരു റെക്കോർഡായി മാറി. അതിനുശേഷം 2012 വീണ്ടും ബഹിരാകാശ നിലയത്തിലെത്തി. അന്ന് 50 മണിക്കൂറും 40 മിനിറ്റുമായിരുന്നു അവർ ബഹിരാകാശം സഞ്ചരിച്ചത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന്, അതായത് 62 മണിക്കൂറും 6 മിനിറ്റ് നടന്നുകൊണ്ട് സുനിത വില്യംസ് വീണ്ടും റെക്കോർഡ് സ്വന്തമാക്കി. ഇനി ബുഷ് വിൽമോറിനെ കുറിച്ച് പറയാം. അമേരിക്കൻ ബഹിരാകാശ യാത്രികനും മുൻ US നേവൽ കമാൻഡറുമായിരുന്നു അദ്ദേഹം. 2009 അറ്റ്ലാന്റിക് ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ആദ്യമായി ബഹിരാകാശ നിലയത്തിലെത്തുന്നത്. അതിനുശേഷം 2014 അദ്ദേഹം ബഹിരാകാശത്ത് എത്തുകയും 6 മാസത്തോളം അവിടെ താമസിക്കുകയും ചെയ്തു. അങ്ങനെ 2024 ബ്രോൺസ് സ്റ്റാർ ലൈന്റെയും ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റിന്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം കമാൻഡറായി ISSലേക്ക് അദ്ദേഹം പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സുനിത വില്യംസും ബുഷ് വിൽമോറും ഇത്രത്തോളം അനുഭവ സമ്പത്തുള്ളവരാണ്. എന്നാൽ 8 ദിവസത്തെ ദൗത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയവർ ഇപ്പോൾ 8 മാസത്തോളമായി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. സാങ്കേതിക തകരാറുകൾ എന്നാണ് നാം അറിയുന്നത്. ശരിക്കും എന്താണ് സുനിത വില്യംസും ബുഷ് വിൽമോറും അവിടെ കുടുങ്ങാനുള്ള കാരണം? ബഹിരാകാശ സയന്റിസ്റ്റുമാരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനുമായി നാസ ഉപയോഗിച്ച 2 കമ്പനികളായിരുന്നു. ഒന്ന് ബോയിങ്ങും മറ്റൊന്ന് സ്പേസ് എക്സും. ഇതിൽ ബോയിങ്ങിൽ തന്നെ ISSലേക്ക് പോകാനായി നിർമ്മിച്ച പേടകമായിരുന്നു ബോയിങ് സ്റ്റാർ ലൈനർ അഥവാ CST-100. ഇനി ഈ പേടകത്തിലായിരുന്നു സുനിത വില്യംസും ബുഷ് വിൽമോറും യാത്ര തിരിച്ചത്. കുറച്ച് ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു ഇവർ യാത്ര തിരിച്ച്. എന്താണെന്ന് നോക്കാം. ഈ പേടകം പ്രധാനമായി വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി നാസയുമായി ചേർന്ന് 8 ദിവസത്തെ പരീക്ഷണ വിക്ഷേപണ ഡോക്കിംഗ് റീ എൻട്രി ഘട്ടങ്ങൾ പരിശോധിക്കാനായിരുന്നു അവർ എത്തിയത്. അതുമാത്രമല്ല, ഈ ദൗത്യങ്ങളെല്ലാം വിജയകരമാണോ എന്നും അവർ ശ്രദ്ധിക്കണമായിരുന്നു. 15 അടി വ്യാസമുള്ള സ്റ്റാർലൈനർ പേടകം അപ്പോളോ കമാൻഡ് മോഡ്യൂളിനേക്കാളും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സൂളിനേക്കാളും അല്പം വലുതാണ്. എന്നാൽ ആർടെമിസ് ദൗത്യത്തിനായി തയ്യാറാക്കിയ ഒറിയോൺ ക്യാപ്സൂളിനേക്കാൾ അല്പം ചെറുതുമാണ് ഈ സ്റ്റാർലൈനർ. ഈ പേടകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 7 മാസക്കാലം ബഹിരാകാശത്ത് ഡോക്ക് ചെയ്ത് നിർത്താൻ കഴിയും. ആ രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. അതുമാത്രമല്ല, ഒരു സമയം 7 മനുഷ്യരെ താങ്ങാനുള്ള കപ്പാസിറ്റിയും ഈ പേടകത്തിനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഈ പേടകം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ജൂണിൽ സുനിത വില്യംസും ബുഷ് വിൽമോറും യാത്ര ചെയ്യാനായി തീരുമാനിക്കുന്നത്. പക്ഷേ 1 മാസത്തിൽ 3 തവണ വരെ ഈ പേടകത്തിന്റെ ദൗത്യം നിഷ്ഫലമായി പോയി. പിന്നീട് വന്നത് ഹീലിയം ചോർച്ചയായിരുന്നു. എങ്കിലും ഇതിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് തന്നെ വിജയകരമായി ജൂൺ 9 സുനിത വില്യംസിനെ ബുഷ് വിൽമോറിനെ വഹിച്ചുകൊണ്ട് പേടകം യാത്ര തിരിച്ചു. അങ്ങനെ 25 മണിക്കൂറുകൾക്ക് ശേഷം സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തി. അതിനുശേഷം ജൂൺ 14 US ഒരു മരുഭൂമിയിൽ തിരിച്ചിറങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷേ ഏകദേശം 4 വട്ടത്തോളം പേടകത്തിൽ ഹീലിയം ചോർച്ചയുണ്ടായി. അതുമാത്രമല്ല, റോക്കറ്റിനെ മുന്നിലോട്ടും ഇരുവശത്തോടും തള്ളാൻ ഉപയോഗിക്കുന്ന ത്രസ്റ്റുകളും കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല. അങ്ങനെ പേടകത്തിൽ പ്രശ്നങ്ങൾ കൂടിയതോടുകൂടി മറ്റ് വഴികളില്ലാതെ സുനിത വില്യംസും ബുഷ് വിൽമോറും അവിടെ നിന്നിട്ട് പേടകം മാത്രം ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. ഇവർ രണ്ടുപേരും 109 മീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ താമസിക്കാൻ തുടങ്ങി. നാസയുടെ അഭിപ്രായത്തിൽ 6 സ്ലീപ്പിംഗ് ബെഡ്റൂമും 2 ബാത്റൂമും 1 ജിമ്മുമുള്ള ബഹിരാകാശ നിലയം. അവരെ കൂടാതെ 4 അമേരിക്കൻ ബഹിരാകാശ യാത്രികരും 3 റഷ്യൻ ബഹിരാകാശ യാത്രികരും അവർക്കൊപ്പമുണ്ട്. ഭക്ഷണങ്ങളും മറ്റുള്ള റിക്വയർമെന്റ്സും ബഹിരാകാശ നിലയത്തിൽ കിട്ടുമെങ്കിലും തിരിച്ചു വരുമ്പോൾ ഇവർ നേരിടാൻ പോകുന്ന ആരോഗ്യ പ്രതിസന്ധികൾ വലുത് തന്നെയായിരിക്കും. മൈക്രോഗ്രാവിറ്റിയിൽ ജീവിച്ച് ഇവർ പെട്ടെന്ന് തന്നെ ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിലോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഊഹിക്കാൻ കഴിയുമല്ലോ. സുരക്ഷയും പ്രവർത്തന രീതികളും കൊണ്ടാണ് ഇരുവരെയും ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിയാത്തതെന്നാണ് നാസ പറയുന്നത്. എന്നാൽ ഫോക്സ് ന്യൂസിലെ ഷോൺ ഹാനിറ്റിക്ക് നൽകിയ അഭിമുഖത്തിൽ എലോൺ മസ്ക് പറയുന്നത് ഇത് തികച്ചും രാഷ്ട്രീയപരമായ നീക്കമെന്നാണ്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇവരെ രണ്ടുപേരെയും നമ്മൾ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചെന്നാണ്. എലോൺ മസ്കിന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ വിമർശിച്ചുകൊണ്ടായിരുന്നു എക്സ്പെഡിഷൻ 17 പങ്കെടുത്ത ISSനെ അന്ന് നയിച്ചിരുന്ന മോഗൻസന് മുമ്പിലോട്ടെത്തിയത്. അദ്ദേഹം പറഞ്ഞത്, മുഖ്യധാരാ മാധ്യമങ്ങളിൽ സത്യസന്ധതയില്ലെന്ന് പരാതിപ്പെടുന്ന ഒരാൾ
എന്തൊരു നുണയാണ് ഈ പറയുന്നത് എന്നായിരുന്നു. ഇതിന് മറുപടിയായി എലോൺ മസ്ക് പറഞ്ഞത്, വേണമെങ്കിൽ സ്പേസ് എക്സിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ സുനിതയെയും ബുഷ് വിൽമോറിനെയും നാട്ടിലെത്തിക്കാമായിരുന്നു. പക്ഷേ ബൈഡൻ ഭരണകൂടം അതിന് അനുവദിച്ചില്ല. ഇലോൺ മസ്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ബൈഡൻ ഭരണകൂടം എന്നെ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെ ഉപേക്ഷിച്ചു. ഈ വിമർശനങ്ങളോട് ബുഷ് വിൽമോർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഒറ്റപ്പെട്ടതായി തോന്നിയില്ല, കുടുങ്ങിപ്പോയതായി തോന്നിയില്ല, ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയില്ല. പ്രതീക്ഷിച്ചതിലും കുറച്ച് ദൈർഘ്യമേറിയ താമസം മാത്രമായിരുന്നു അത്. എന്തായാലും ഈ മാർച്ച് 19 സുനിത വില്യംസും ബുഷ് വിൽമോറും തിരികെ എത്തുകയാണ്. ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കാം. നന്ദി.